പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് രക്തം ദാനം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം, അപകടങ്ങളുടെയും ശസ്ത്രക്രിയകളുടെയും ഭാഗമായി മനുഷ്യശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന രക്തത്തിന് പകരം നഷ്ടമായതിന് തുല്യ അളവിലും ചേർച്ചയിലുമുള്ള മനുഷ്യരക്തം നൽകിയാൽ മാത്രമേ ശാരീരിക പ്രവർത്തനങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാവുകയുള്ളൂ. ആരോഗ്യമേഖലയിൽ നാം ഇന്ന് ഏറെ പുരോഗമിച്ചെങ്കിലും മനുഷ്യരക്തത്തിന് സമമായ കൃത്രിമ രക്തം മാത്രം വികസിപ്പിച്ചെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ മേഖലയിൽ ഗവേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് രക്തദാനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ശസ്ത്രക്രിയ വേളയിൽ രോഗിയിൽ നിന്നും മുമ്പേ സ്വീകരിക്കുന്ന രക്തം തന്നെ ശരീരത്തിൽ തിരിച്ചു പ്രവേശിപ്പിക്കുന്ന രീതി ഉണ്ടെങ്കിലും മിക്കപ്പോഴും പുതിയ രക്തം അനിവാര്യമായി വരാറുണ്ട്. ഇതിനു പുറമെ പ്രസവ സമയങ്ങളിൽ ഉണ്ടാകാറുള്ള അമിത രക്തസ്രാവം, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അസുഖങ്ങൾക്ക് പിടിപെടുന്നതും രക്താർബുദം, വിളർച്ച തുടങ്ങിയ സന്ദർഭങ്ങളിലും രക്തം സ്വീകരിക്കേണ്ടതായി വരുന്നു. രക്തബാങ്കുകളിൽ എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട രക്തവും ലഭ്യമാകണമെങ്കിൽ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സന്നദ്ധ രക്തദാനത്തിലൂടെ ശേഖരിക്കുന്ന രക്തം പോലും പരമാവധി 42 ദിവസം മാത്രമേ ലബോറട്ടറികൾ സൂക്ഷിക്കാൻ സാധിക്കൂ. അതിനാൽ രക്തബാങ്കുകളിലേക്ക് ആവശ്യമായ രക്തം ലഭിക്കേണ്ടത് ഒരു തുടർ പ്രക്രിയയാണ്. മാത്രമല്ല, രക്തദാനം ചെയ്യുമ്പോൾ ദാതാവിന്റെ ശരീരത്തിൽ പുതിയ രക്തകോശങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇത് രക്തദാനത്തിന് ശേഷം കൂടുതൽ ഉന്മേഷവും പ്രവർത്തനക്ഷമതയും ശരീരത്തിന് നൽകുന്നു. ആവശ്യമായ രക്തത്തിന്റെ 100% സന്നദ്ധ രക്തദാനത്തിലൂടെ ശേഖരിക്കാൻ കഴിഞ്ഞാൽ ഒരു രോഗിക്കും രക്തദാനത്തിനായി ബുദ്ധിമുട്ടേണ്ടി വരില്ല. ആയതിനാൽ കഴിവതും നിങ്ങളുടെ രക്തം ദാനം ചെയ്യുക. രക്തദാന സംഘടനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് രക്തദാന സംഘടനകൾ എന്ന് പറയുന്നത് ആശുപത്രികൾ, ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ തുടങ്ങിയ ഏതൊരു സ്ഥാപനത്തിനും അവരുടേതായ ബന്ധപ്പെട്ട ദാതാക്കളുടെ മേൽവിലാസം ശേഖരിച്ച് സൂക്ഷിക്കുകയും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ കഴിയും. ഇത്തരം സംഘടനകളെ ബ്ലഡ് ഡോണർ ഫോറങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അത്തരം ഒരു ബ്ലഡ് ഡോണർ ഫോറത്തിന്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. നിങ്ങളുടെ രക്തം ഈ ആപ്ലിക്കേഷനിലൂടെ രജിസ്റ്റർ ചെയ്ത് മറ്റുള്ളവർക്ക് നൽകുന്നതിനും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആപ്ലിക്കേഷനിൽ കൂടി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഡോണറെ കണ്ടെത്തുന്നതിനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ താഴെ തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. തുടർന്ന് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് എവിടേക്കാണോ ബ്ലഡ് വേണ്ടതെന്നും നമുക്ക് നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യാം. തുടർന്ന് നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, ആ ജില്ലയിലുള്ള സ്ഥലം ചോദിക്കും. ആ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബ്ലഡ് നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ ലഭ്യമാവുകയും അതിൽ നിന്നും നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് ഡോണറെ വിളിക്കുന്നതിനും മെസ്സേജ് അയക്കുന്നതിനും ഇങ്ങനെ കിട്ടുന്ന നമ്പർ മറ്റുള്ളവർക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് വഴി ഷെയർ ചെയ്യുന്നതിനും ഉള്ള സൗകര്യം ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാനിതിൽ 10 പേരിൽ കൂടുതൽ വിളിച്ചു നോക്കുകയും അതിൽ 8ഓളം പേർ ഫോൺ അറ്റൻഡ് ചെയ്യുകയും രക്തം നൽകുന്നതിന് സന്നദ്ധരാകുകയും ചെയ്തതിനാലാണ് ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് നൽകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ രജിസ്റ്റർ ചെയ്യാം. അതിനായി നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതും ആ OTP ഉപയോഗിച്ച് ഒരു യൂസർനെയിം പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം.